3 പരിധിയില്ലാതെ സ്ത്രീകളെ മുഹമ്മദിന് ഉപയോഗിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ ഒരു അവകാശം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ചൊക്കെ ചുരുക്കി പറയാനുള്ളതാണ്. എണ്ണിയാൽ തീരാത്ത വിധത്തിൽ പെണ്ണുങ്ങളെയെല്ലാം മുഹമ്മദിന് ഉപയോഗിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തു. 33-50 ഇന്നാ അഹ്ലൽനാലക അസ്വാജകല്ലാത്തി ആതൈത ഉജൂറഹുന്ന എന്ന് തുടങ്ങുന്ന ആയത്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അവിടെ അസുവാജാണ്. ഈ അസുവാജ് എന്ന് പറയുന്നത് മനസ്സിന്റെ സൗജിയത്താണ്. സൗജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു പ്രേരണ ഉണ്ടാവൂലേ, ഇന്നത് ഇന്നത് ചെയ്യണ്ട, അതിനെയാണ് സൗജ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ അതാണ് സജ്ജ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നാണ്. അതാണ് സൗജ്, സജ്ജ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കുണ്ടാവുന്ന ഉൾപ്രേരണ, അതാണ് നമ്മുടെ സൗജ്. അത് ചിലപ്പോ തെറ്റായ വഴിക്ക് പോകും, നമ്മെ നയിക്കും. അപ്പോ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന സങ്കീർണ പ്രശ്നങ്ങൾക്ക് അപഗ്രഥിക്കാൻ പറയാണ് ചെയ്യുന്നത്. അല്ലാതെ വിവാഹം കഴിക്കാൻ പറയല്ല. അതും ഈ പറഞ്ഞ പോലെ തന്നെ വിശദമായി പറയേണ്ട ആയത്താണ്. ഇന്ന അഹ്ലൽനാലക അസ്വാജകല്ലാത്തി ആതൈത ഉജൂറഹുന്ന, ഉജൂർ എന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കുക എന്നല്ല, കൂലി കൊടുത്ത പെണ്ണുങ്ങളെയും നിനക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു. ഉജൂർ എന്ന് പറഞ്ഞാൽ പിന്നെ അവര് മഹർ നാക്കും. ശരിക്കും അജർ എന്ന് പറയും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂലി എന്ന് കൊടുക്കും. അജർ കൊടുക്കാന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കാന്ന്. ഇവിടെ കൂലിക്ക് പകരം മഹർ നാക്കും. പെണ്ണിന് കൂലി കൊടുക്കുക എന്ന് പറയുമ്പോ അവർക്ക് തന്നെ ഒരു ഇടങ്ങേറുണ്ട്. അപ്പൊ അവരെ ഈ ഉജൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹറാണ്, ഉദ്ദേശം മഹറാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് ഫാത്തുഹുന്ന ഉജൂറഹുന്ന എന്നൊക്കെ പറയലുണ്ട്. അവർക്ക് അവരുടെ ഉജൂർ കൊടുക്കുക. മൂസയോട് ആ വെള്ളം കോരിക്കൊടുത്തതിന് ആ പെൺമക്കൾ വന്ന് വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അജറ് തരാൻ വിളിക്കുന്നുണ്ട്. അവിടെ കൂലി തന്നെ പറയാം. നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം കോരി തന്നതിന്, കിണറ്റിൽ നിന്ന് വെള്ളം കോരി തന്നതിനുള്ള കൂലി തരാൻ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് പെൺമക്കൾ വന്ന് രണ്ടുപേരും വന്ന് വിളിക്കുന്നിടത്ത് അജറ് എന്ന് പറഞ്ഞാൽ കൂലി എന്ന് പറയും. സ്വർഗത്തിൽ അവരുടെ അജറ് പൂർത്തീകരിച്ചു കൊടുക്കും എന്ന് പറയുന്നിടത്തും കൂലി എന്ന് പറയും, പ്രതിഫലം എന്ന് പറയും. ഇവിടെ അജറ് എന്നുള്ളതിന് അവരെന്ത് പറയും? മഹർ എന്നർത്ഥം. അവിടെ കൂലിയല്ല മഹറുമല്ല, മറിച്ച് അതിന്റെ അർത്ഥം എന്താണെന്നാണ്, നമ്മെ അജറ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇഷ്ടിക്കാന്നാണ് ശരിക്കും ആ വാക്കിന്റെ. ഇതിന് നമ്മൾ ഒരു കല്ലുകൊണ്ട് ഒന്നിനെ തടയാൻ, അവിടുന്നുള്ള ചൂട്, അവിടുന്നുള്ള മറ്റു ഉപദ്രവങ്ങളൊക്കെ നമ്മിലേക്ക് വരാതിരിക്കാനുള്ള സംരക്ഷണ ഭിത്തിയാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ അജ്ഞതയെയും മനസ്സിന്റെ അസ്വസ്ഥതകളും മനസ്സിന്റെ സങ്കീർണ പ്രശ്നങ്ങൾക്കും കടന്നു വരാൻ പറ്റാത്ത വിധം നിങ്ങളുടെ മനസ്സിന്റെ സൗജീയത്ത് എത്തിപ്പെട്ട ആ മനസ്സിന്റെ ഉടമകൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉള്ള വഴി അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. അഹ്ലല്ല എന്ന് പറഞ്ഞാൽ ഹലാലാക്കി തരികയെന്നല്ല, അഹ്ലല്ല എന്ന് പറഞ്ഞാൽ ഹലാലാക്കി തരികയെന്നല്ല, ഹില്ല് എന്ന് പറഞ്ഞാൽ ഹില്ലുൽ മുഷ്കില എന്നൊക്കെ പറയും. പ്രശ്നം പരിഹരിക്കാം, തഹ്ലീല് ചെയ്യുക, അപഗ്രഥിക്കുക. ഗൾഫിൽ പോയവർക്ക് അറിയും, മുഷ്കില എന്ന് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഷ്കില, മാഫി മുഷ്കില എന്ന് പറയും, ഒരു പ്രശ്നമല്ല. അപ്പോ ഈ മുഷ്കിലയെ ഹില്ല് ചെയ്യുക, തഹ്ലീല് ചെയ്യുക, അപഗ്രഥിക്കുക, അനലൈസ് ചെയ്യുക. അപ്പൊ മനസ്സിന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. ആ സങ്കീർണമായ പ്രശ്നങ്ങളെ മുഴുവൻ അപഗ്രഥിച്ച് തഹ്ലീല് ചെയ്ത് അതിനെ തഹ്ലീല് ചെയ്ത് നാം നിനക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. വിവാഹം കഴിക്കാനുള്ള അനുവാദമൊന്നും അല്ല അവിടെ പറയുന്നത്. ഞാൻ സൂചന മാത്രമേ പറയുന്നുള്ളൂ. തഹ്ലീലിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അഹല്ല എന്ന് പറഞ്ഞാൽ, ഹില്ല് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ അപഗ്രഥിക്കുക, അനലൈസ് ചെയ്യാം. നമുക്കൊരു മാത്സിലൊരു പ്രശ്നം കിട്ടി, ഒരു പ്രോബ്ലം തന്നു നമുക്ക്. ആ പ്രോബ്ലത്തെ നമ്മൾ അനലൈസ് ചെയ്ത് സൂക്ഷ്മമായി പഠിച്ച് ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് അതിന്റെ ഉത്തരം കിട്ടുക, അതിനെ അതാണ് തഹ്ലീൽ. അതിനെയാണ് തഹ്ലീൽ പറഞ്ഞത്. അതാണ് അഹല്ല എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ നമുക്ക് പെണ്ണ് കെട്ടാൻ അനുവാദം തന്നിരിക്കുന്നു എന്നല്ല. അതാ ഞാൻ പറയുന്നത്, പെണ്ണ് കെട്ടുന്ന അനുവാദം വരുന്ന പ്രശ്നമൊന്നും ഖുർആനിലില്ല. അതാണ് ഇന്ന അഹ്ലൽനാലക അസ്വാജകല്ലാത്തി ആതൈത ഉജൂറഹുന്ന.